കഴിഞ്ഞാൽ സ്റ്റേജ് 1 റീമാപ്പ് ചെയ്യും. അല്ലാണ്ട് വണ്ടി വലി പമ്മുന്നുണ്ട്. അത് ആർക്കും ടെക്നിക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ആരടുത്ത് പറഞ്ഞു കൊടുക്കരുത്. ഫ്രീ സ്റ്റേജ് 1 ആണ്. CRD കാറിന് പൊതുവെ ഒരു പ്രോബ്ലമാണ് ഇത്. നമുക്ക് വണ്ടി ഇനീഷ്യൽ ടോർക്ക് ഇച്ചിരി കുറവ്, അതായത് പിക്കപ്പ് കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മൾ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഇച്ചിരി ഫ്യൂല് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുള്ളൂ, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ അവിടെ നിർത്തുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് സ്റ്റേജ് 1 എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. വളരെ മാന്യനായ ഒരു ഡ്രൈവർ. അതെ, ഇങ്ങനെ വേണം. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ആളാണ്. കയറി വരുന്ന വണ്ടിക്ക് ചവിട്ടി നിർത്തി തള്ളി. അതാണ് എക്സ്പീരിയൻസ്. ഇത്രയും സമയം നമ്മൾ താഴെ നിന്ന് കയറി വന്നിട്ട് ഇറങ്ങി വരുന്ന വണ്ടികൾ ആരും നിർത്തി തന്നില്ല. കയറി വരുന്ന വണ്ടിയായിരുന്നു നിർത്തി. അതെ അതെ, ഏത് വണ്ടി എന്ന് പറഞ്ഞാൽ എന്ത് വണ്ടി എന്ന് പറഞ്ഞാൽ കയറ്റത്ത് കയറുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ റോഡിൽ ഇറങ്ങി വരുന്നവരൊന്ന് നിർത്തി സഹകരിച്ചു കൊടുക്കണം. അത് ഏത് വണ്ടി ആണെങ്കിലും, അത് വലിയ വണ്ടി ആയിക്കോട്ടെ ചെറിയ വണ്ടി ആയിക്കോട്ടെ, നമ്മൾ നിർത്തി കൊടുക്കണം. അതാണ് അതിൻ്റെ ശരി. പുള്ളിയും നല്ലൊരു മനുഷ്യനാണ്. EV ആണോ? അതെ, EV കൊണ്ടൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. കൊള്ളാം. താങ്ക് യു ഏട്ടാ. നമ്മൾ എത്തി കേട്ടോ, ടൗണിൽ എത്തി. നമ്മുടെ മാമലക്കണ്ടത്തിന്റെ നാടെത്തി. എൻട്രി പോയിന്റ് ആണ് മാമലക്കണ്ടം എൻട്രി പോയിന്റ്. കണ്ട മനസ്സിലാക്കുക. നമ്മൾ ഏകദേശം വീടുകളും കാര്യങ്ങളും പറമ്പൊക്കെ കാണാതെ കണ്ടത്. കുരിശുപള്ളി കണ്ടാൽ നമ്മൾ ഓൾമോസ്റ്റ് മാമലക്കണ്ട് എത്തി. ഓ, ഫുൾ കോടയാ. ക്യാമറയിൽ എത്രമാത്രം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിവിടെ ഒരു ഉള്ളിൽ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. നൈസ് ലൊക്കേഷൻ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ വണ്ടിയുടെ റീമാപ്പ് എന്ന് പറഞ്ഞ സംഭവം, നമുക്ക് പവർ ലോസ് വരുന്നില്ല. പവർ ലോസ് വരാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എയർ മാസ് സെൻസറാണ്. എയർ മാസ് സെൻസറിൻ്റെ ഏറ്റവും വലിയ സിമ്പിൾ, ഇത് വലിയ സയൻസോ കാര്യങ്ങളോ അല്ല, സിമ്പിൾ ലോജിക്കാണ്. ഇതിൽ എത്ര എയർ കിടക്കുമോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ CRD സിസ്റ്റം എയർ ഫ്യൂൽ മിക്സറിന് വേണ്ടിയിട്ടുള്ള ഡീസൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഊരിയിട്ട് കഴിഞ്ഞാൽ ഡീസൽ കംപ്ലീറ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യും. ഇതാണ് എയർ മാസ് സെൻസറിൻ്റെ പ്ലഗ്. ഈ പ്ലഗ് ഊരിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ, ലോ എൻഡ് നല്ല പവർഫുൾ ആയിരിക്കും. നമുക്ക് പവർ ലോസ് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇത് ഹൈവേസിലൊക്കെ യൂസ് ചെയ്തിരിക്കാനായിരിക്കും നല്ലത്. കാരണം നല്ല രീതിയിൽ ഡീസൽ കത്തും, നല്ല രീതിയിൽ ബ്ലാക്ക് സ്മോക്ക് വരും. കാരണം എന്ന് വെച്ചാൽ കത്താതെ വന്ന ഡീസലാണ് ബ്ലാക്ക് സ്മോക്കായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടത് ഊരിയിട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് സ്മോക്ക് വരുന്നത് കത്താണ്ട് പോകുന്ന ഡീസലാണ്. കാരണം എന്ന് വെച്ചാൽ ഫുള്ളായിട്ടായിരിക്കും, അതായത് മാക്സിമം പ്രഷറിലായിരിക്കും ഡീസൽ ആ സമയത്ത് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ടോർക്ക്, ലോ എൻഡ് ടോർക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇത് ഊരിയിടുമ്പോൾ നമുക്കൊരു വാണിങ് നമുക്കുള്ളിൽ കത്തും, ഒരു എഞ്ചിൻ എംബ്ലം, അതായത് എഞ്ചിൻ ലൈറ്റ് കത്തിക്കിടക്കും, ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തിക്കിടക്കും. അത് ടെൻഷൻ അടിക്കേണ്ട അത് ഊരിയിട്ട് എന്ത് ചെയ്യണം, കാരണം എയർ മാസ് സെൻസർ കണക്ഷൻ പോയോണ്ടാണ് അത് കത്തിക്കിടക്കുന്നത്. ചെക്ക് എഞ്ചിൻ ലൈറ്റ് വന്നാൽ മാത്രമേ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഈ ലൈറ്റ് നിങ്ങൾക്ക് പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ പേരാണ് ബെന്നിച്ചേട്ടൻ. ബെന്നിച്ചേട്ടൻ്റെ ജീപ്പാണിത്. ബെന്നിച്ചേട്ടൻ്റെ ജീപ്പിൻ്റെ നമ്പർ ഇത് ഇവിടെയുണ്ട്. അപ്പോൾ ഇനി മാമലക്കണ്ടം വരുന്നുണ്ട്, ആർക്കെങ്കിലും ടൂറിന് പറഞ്ഞാൽ കറങ്ങണം, ബെന്നിച്ചേട്ടനെ വിളിച്ചാൽ മതി. ബെന്നിച്ചേട്ടാ പറഞ്ഞോ. ഇത് മാമലക്കണ്ടത്ത് കൂടുതൽ കാണാനുള്ളതെന്ന് ഓഫ് റോഡാണ്. ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ്, അല്ലാതെ വേറെ പാർക്കുകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പാർക്ക് ഇവിടെ 10-ാം മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പാർക്കൊക്കെ ഉള്ളത്. ഇവിടെ ഓഫ് റോഡ്, വെള്ളച്ചാട്ടം, റിവർ ക്രോസിങ്, ഓഫ് റോഡ് ഒരു 5000 അടി പൊക്കത്തിലേക്ക് പോണ കൊയിനിപ്പാറ എന്ന് പറഞ്ഞ ഓഫ് റോഡാണ്. 2500 അതിൻ്റെ ചാർജ്. 5 പേർക്കാണ് പോകാമുള്ളൂ. 5 പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഒരാളും കൂടെ ഞങ്ങൾ കൊണ്ടുപോകും. കാരണം ഞങ്ങൾ ശരിക്കും ആൾക്കാർക്ക് 3,500 ചോദിക്കുന്നവരുണ്ട്. 3,500 പാക്കേജാണ്. അത് പാക്കേജാണ്. അത് 2 ഓഫ് റോഡാണ്. 2 ഓഫ് റോഡ് ഇപ്പോൾ ഈ കാണുന്ന വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് കടന്നു പോകുന്നതിനാണ് 3,500. ഉള്ളിക്കുഴി അതൊരു 3.5 മണിക്കൂർ പിടിക്കും. അത് ഫാമിലി പാക്കേജാണ്. ഫാമിലി മറ്റേ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ല, അതൊരു 3.5 മണിക്കൂർ, മാക്സിമം 4 മണിക്കൂർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേയിന്ന് എടുത്ത് നമ്മൾ 5 മണിക്ക് തുടങ്ങും ഓഫ് റോഡ്. രാവിലെ 5 മണിക്ക് ചെന്ന് അത് ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോടമഞ്ഞാണ്. അത് കണ്ട് തിരിച്ച് ഉദയം കണ്ടാണ് തിരിച്ചിറങ്ങി വന്നത്. 5 മണിക്ക് ഇരിക്കുന്നത് ഇവിടെ നിന്നുള്ള സ്റ്റേയിൽ നിന്നൊക്കെയാണ് 5 മണിക്ക് എടുക്കുന്നത്. വരുന്ന ബസ്സുകളും ഉണ്ട് 5 മണിക്ക് ഇവിടെ കയറി വന്ന്. കേരളത്തില് ഏറ്റവും പൊക്കം കൂടി ഒരു ഓഫ് റോഡിലൊന്നല്ലേ ഇത്? കേരളത്തിലെ ഏറ്റവും പൊക്കം കൂടി ഓഫ് റോഡാണ്. ഏറ്റവും പൊക്കം കൂടി ഓഫ് റോഡാണ്. അതെ, ടാസ്ക്കാണ്. അതെ, അത് ഇവിടെ ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. നിങ്ങൾ കാറിലൊക്കെ വരിക, അത് ഇവർ പാർക്കിംഗ് കാണിച്ചു തരും, പാർക്കിങ്ങിൽ ഇടുക. ഇതേ ചേട്ടനെ വിളിക്കുക, ചേട്ടൻ്റെ ജീപ്പായിട്ട് വരും, നിങ്ങളെല്ലാവരും കറക്കം ചെയ്യും. ആൾക്കാരുടെ എണ്ണം ഒന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചേട്ടൻ ഇവിടെ സെറ്റ് ചെയ്തോളൂ. അത്രേ ഉള്ളൂ. റോഡിൽ ഒരാളെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ലാതോ? അത്രേ ഉള്ളൂ. അതെ, അതുപോലെ സ്റ്റേയും കാര്യങ്ങളും
സ്റ്റേയും ചേട്ടനാണ് സെറ്റ് ചെയ്ത് തരുന്നത്. അതെ, നല്ല സ്റ്റേ ഉണ്ട്, ചേട്ടന് സ്വന്തമായിട്ട് ഹോം സ്റ്റേ ഉണ്ട്, ഹോട്ടലുണ്ട്, നല്ല ഫുഡ് കിട്ടും. അതെ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്യുക, ചേട്ടനെ വിളിക്കുക. സ്റ്റേ വേണമെങ്കിൽ സ്റ്റേ, ഓഫ് റോഡെങ്കിൽ ഓഫ് റോഡ്, എന്ത് പരിപാടി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഓഫ് റോഡ് സ്ഥലമായ കൊയിനിപ്പാറ നമ്മൾ കയറാൻ പോവാണ്. കൊയിനിപ്പാറയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മാമലങ്കണ്ട് എത്തിക്കഴിഞ്ഞാൽ ആ ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട്, കണ്ടോ, ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട്. നമ്മളിവിടുന്ന് ഈ ലെഫ്റ്റാണ് കയറേണ്ടത്. കുട്ടമ്പുഴ വഴി വരുന്നെങ്കിൽ വന്നിട്ട് റൈറ്റ്, ഇരുമ്പാലം വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് ലെഫ്റ്റ്. ലെഫ്റ്റ് പിടിച്ചു, കടയുടെ സൈഡിൽ കൂടെയൊക്കെ ഉള്ള വഴിയാണ്. കയറുന്നവർ ഹോൺ അടിച്ചിട്ട് വേണം കയറാനായിട്ട്. ജീപ്പ് ഇറങ്ങി വരുന്നതുകൊണ്ട് ഇതൊരു ഫസ്റ്റ് ഒരു ചെറിയ കയറ്റമാണിത്. ഇത് നല്ലൊരു കയറ്റമുണ്ട്, വളവുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 5000 ഫീറ്റ് ഹൈറ്റിലേക്കാണ് ഇപ്പോൾ ഇത് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടയറൊക്കെ സ്ലിപ്പ് ആവുന്നുണ്ട് വളവ് വയ്ക്കുമ്പോൾ. അത്യാവശ്യമുള്ള കയറ്റം കയറി. ഇനി നമ്മൾ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നല്ല കയറ്റം വരും. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്ലോ ആക്കി ഫസ്റ്റിൽ തന്നെ ഇട്ട് കയറ്റുന്നത് എനിക്ക് എപ്പോഴും നല്ലത്. മൊമെൻ്റം മിസ്സായി കഴിഞ്ഞാൽ കയറാൻ ബുദ്ധിമുട്ടാണ്. മൊമെൻ്റം മിസ്സായ വണ്ടി കയറില്ല, എപ്പോഴും കീപ്പ് ചെയ്യണം. ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 4 ഇട്ട് തുടങ്ങി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതൊക്കെ 2-വീലാണ് കയറിപ്പോകുന്നത്. ഇത് ശരിക്കും ഈസിയായിട്ട് 2-വീൽ. ഇനി നമ്മൾ ഇവിടുന്ന് 4 ലോ ഇടുന്നത്. 4 ലോ ഇട്ടല്ല നമുക്ക് ഈസിയായിട്ട് കയറി പോകത്തുള്ളൂ. 4 ലോയിൽ ഇടാം. അപ്പോൾ 2-വീലറുള്ള 2-വീല് നമ്മളിപ്പോൾ ന്യൂട്രലാക്കി. ശരിക്കും ന്യൂട്രലാക്കുന്ന ആവശ്യമില്ല കാറിൽ. ഇപ്പോൾ 4 ആയി. 4 ആയതിനു ശേഷം മാസ്റ്റർ ന്യൂട്രലായി. പിന്നെ 4 ലോയിൽ വീണിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ആയതുകൊണ്ട് നമുക്ക് ശരിക്കും സെക്കൻഡ് ഗിയറിൽ കയറാം. പക്ഷെ അത്രയും നമ്മൾ ടഫാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇടാം. കണ്ടോ, ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. ജസ്റ്റ് നമ്മൾ ക്ലച്ച് വിട്ടുള്ളൂ. അതുകൊണ്ട് ഈസി ആയിട്ടാണ് ക്ലൈംബ് ചെയ്ത് പോകണേ. നമ്മൾ പൊതുവേ കയറുന്നത് ഈ സൈഡാണോ ഈ സൈഡാണോ? ഞാൻ പൊതുവെ ഈ സൈഡാക്കി കയറി പോകുന്നു. ആണോ? ഓക്കെ. ഏതാ കയറിക്കൊണ്ട് എങ്ങനെങ്കിലും കയറിക്കും, നിനക്ക് ഇഷ്ടമുള്ളതും കയറിക്കും. വഴി കാണണ്ടേ, വഴി അറിയണ്ടേ? ഞാനും മറന്നുപോയി. ഇതിൽ തന്നെ കയറാം. ഇപ്പൊ വണ്ടി പെട്ടാ പെടട്ടെ.